എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കറിയാം, അതിരപ്പള്ളിയിൽ ചെത്ത് തൊഴിലാളിയായിട്ടുള്ള ഷാജു എന്ന് പറയുന്ന ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ വീട് കുറ്റിച്ചറയിലാണ്, കാടുകുറ്റിയിൽ വീട്. അതിരപ്പള്ളി കണ്ണങ്കുഴി ഭാഗത്താണ്. തെങ്ങ് ചെത്തി ഉപജീവനം നടത്തുന്ന ചെത്ത് തൊഴിലാളിയാണ്. ഇന്ന് കാലത്ത് 8:30 കണ്ണങ്കുഴി പാലത്തിന് സമീപമുള്ള തെങ്ങിൽ അദ്ദേഹം തെങ്ങ് ചെത്താൻ കയറുന്നതിനിടയിൽ താഴേക്ക് വീഴുകയും സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുൻപേ മരണപ്പെടുകയാണ് ഉണ്ടായി എന്നൊരു വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അത്യധികം വേദനാജനകമായിട്ടുള്ള വാർത്തയാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കാരണം ഈ ഷാജുചേട്ടൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ്. വളരെ നല്ലൊരു മനുഷ്യനാണ് ഷാജുചേട്ടൻ. എല്ലാവരോടും വളരെ സൗഹാർദ്ദമായിട്ട് ഇടപെടുന്ന, അല്ലെങ്കിൽ ആരുടെയും എന്തൊക്കെ തെക്കും തിരക്കുകൾക്കിടയിലും ഓരോരുത്തരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പറയുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷാജുചേട്ടൻ. എനിക്ക് കുറച്ച് നാളുകളായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഷാജുചേട്ടൻ. ഷാജുചേട്ടൻ്റെ മരണ വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോയി. സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അതിരപ്പള്ളി, വെറ്റലപ്പാറ, കുറ്റിച്ചിറ ഭാഗത്തേക്കുള്ള ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായിരുന്നാലും വളരെ വിഷമകരമായ സംഭവം. അദ്ദേഹത്തിൻ്റെ ഭാര്യ സലീല, മക്കൾ നിഖില, നിതില വിദ്യാർത്ഥികളാണ്. ഷാജുചേട്ടൻ്റെ മരണത്തിലുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയാണ്. ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കാനുള്ള മറ്റൊരു സംഭവം, ഈ അതിരപ്പള്ളി ഭാഗത്ത്, വെറ്റപ്പാറ ഭാഗത്ത്, അതിരപ്പള്ളി പഞ്ചായത്ത് അതിർത്തിപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു പെട്ടെന്നൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടി ആശ്രയിക്കുന്ന ആംബുലൻസുകളുടെ സ്ഥിതിയെപ്പറ്റി വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. പോലീസിനൊരു ആംബുലൻസ് ഉണ്ട്, പക്ഷെ അത് ജനങ്ങൾക്ക് കിട്ടുന്നില്ല. രണ്ടാമത് ഇന്ന് നടന്ന വിഷയം ഷാജുചേട്ടന് ഈ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സ്വകാര്യ ജീപ്പിൽ കയറി. ഇപ്പം എൻ്റെ ഈ പിറകിൽ കിടക്കുന്ന ഈ ജീപ്പിൽ കയറ്റി അദ്ദേഹത്തെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വെറ്റലപ്പാറ 13 എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ആംബുലൻസിനെ അറിയിച്ച ആംബുലൻസ് വന്നു. ആംബുലൻസിലേക്ക് ഈ ഷാജുചേട്ടനെ കയറ്റി പോകുന്ന സമയത്ത് തന്നെ അവിടെ ഈ ആംബുലൻസ് 108 ആംബുലൻസ് കുണ്ടും കുഴിയിൽ പെട്ടു. അതിനുശേഷം ഈ ആംബുലൻസിൻ്റെ ഒരു ഗതി എന്ന് പറയുന്നത് വളരെ സ്പീഡ് കുറഞ്ഞു. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഈ വിഷയം, തെങ്ങുമേന്ന് വീണ ഒരാളെ എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. പക്ഷേ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ എങ്ങനെ പോകാം എന്നുള്ളൊരു രീതിയിലായിരുന്നു ഈ ആംബുലൻസ് പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ പിറകിൽ വെറ്റലപ്പാറയിലോ അതിരപ്പള്ളിയിലുള്ള മറ്റാളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഇത് വേളൂക്കര ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ഈ ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉടനെ വീണ്ടും ഈ വേളൂക്കര ജംഗ്ഷനിൽ നിന്ന് ആംബുലൻസിൽ നിന്നും ഈ സ്വകാര്യ ജീപ്പിലേക്ക് വീണ്ടും കയറ്റി ഈ ജീപ്പിലാണ് ഈ ചേട്ടനെ ഈ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. കെടുകാര്യസ്ഥതയുടെ ഒരു രീതിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആംബുലൻസ് സർവീസ്. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്ന് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർ കൃത്യമായിട്ട് വണ്ടി ഓടിക്കാൻ അറിയുന്ന ആളാണോ എന്നാണ് ഈ നാട്ടുകാരിപ്പോൾ ചോദിച്ചിരിക്കുന്നത്. പുതിയൊരു പയ്യനാണ് ഈ ആംബുലൻസിലെ ഡ്രൈവറായിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്, ഈ 108 ആംബുലൻസിൽ. എന്നാൽ ആ പയ്യൻ വണ്ടി ഓടിക്കുന്നത്, ഈ ആംബുലൻസ് വണ്ടി ഓടിച്ച് കൃത്യമായ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്നതിന് പകരം വളരെ ഗുരുതരമായ വീഴ്ചകളാണ് ഈ ഷാജുചേട്ടനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഈ വഴി മധ്യേ നടത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. MLA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ നാട്ടുകാർ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും നാട്ടുകാർ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നാളെ അതിരപ്പള്ളിയിലോ വെറ്റലപ്പാറയിലോ ഇതുപോലൊരു വിഷയം ഉണ്ടാവരുത്. ഷാജുചേട്ടൻ കുറച്ചു നേരം മുൻപേ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് മുൻപ് ആരാണ് ഉത്തരം പറയേണ്ടത്? ഏതെങ്കിലും എവിടെ നിന്ന് വരുത്തി കൊണ്ടുവച്ചിരിക്കുന്ന ഒരാളെയാണോ ആംബുലൻസ് ഓടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? 40 കിലോമീറ്റർ സ്പീഡിലാണോ ആംബുലൻസ് പോകേണ്ടത്? ഇതൊക്കെ നാട്ടുകാർ ഇവിടെ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു പടജനം ഇവിടെ കൂടിയിട്ടുണ്ട് ഷാജുചേട്ടനെ സ്നേഹിക്കുന്നവർ. അവരോടൊക്കെ ആര് ഉത്തരം പറയും? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ MLA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സംവിധാനങ്ങൾ, ഇവരൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ നിലപാട് സ്വീകരിക്കണം. നടപടി ആർക്കൊക്കെയാണ് വേണ്ടത് അത് എടുക്കണം. അത് മാത്രമല്ല, ഈ ആംബുലൻസ് സർവീസിന്റെ കാര്യത്തിൽ അതിരപ്പള്ളിയിലെയും വെറ്റലപ്പാറയിലെയും സാധാരണക്കാരായ ജനങ്ങൾ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഈ ആംബുലൻസ് സംവിധാനത്തിന്റെ കാര്യത്തിൽ ഒരു നിലപാട് കൃത്യമായി എടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കണ്ണങ്കുഴി പാലത്തിന്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള സ്ഥലമാണ്. കണ്ണപ്പനയിലൂടെ വരണം. കുറച്ച് വണ്ടി വരാൻ ഇപ്പൊ ഫെൻസിങ് ആന വരുന്നതുകൊണ്ട്, ഫെൻസിങ് ഇടുന്നതുകൊണ്ടും അവിടേക്ക് വണ്ടികൾ വരുന്നില്ല. മനസ്സിലായി? ഞങ്ങൾ എടുത്ത് ചുമന്നാണ് അവിടേക്ക് ഇത് വന്നിരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്ന ആംബുലൻസ് ജീപ്പിൽ കൊണ്ടുവന്ന അവിടുത്തെ ഇതില് ഇപ്പൊ കൊണ്ടുവന്ന് 13 എത്തി ഇപ്പോഴാണ് ആംബുലൻസ് വരുന്നത്. 13 വഞ്ചിക്കടവിന്റെ അവിടെ എത്തിയപ്പോ ആംബുലൻസ് വന്നു കഴിഞ്ഞ് ആളെ കയറ്റി വണ്ടി ഓഫായി. മനസ്സിലായി? 10 മിനിറ്റ് അതും പോയി, ആംബുലൻസ് ഓഫായി. പിന്നെ ഞങ്ങൾ രണ്ടാമത് തള്ളി സ്റ്റാർട്ടാക്കി. പിന്നെ അതിൽ തന്നെ ഓക്സിജനൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മ ആ വണ്ടി എടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആള് ജീവൻ രക്ഷപ്പെടാന്നുള്ള ഇതാണ് ഇപ്പൊ അറിയുന്നത് ഞങ്ങൾ തരണത്. പിന്നെ അത് കഴിഞ്ഞ് വേളൂക്കര എത്തി കഴിഞ്ഞപ്പോ വണ്ടി പിന്നെയും ഓഫായി. അതിന്റെ ഗിയർ വീഴലാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അതിനിടയ്ക്ക് ബാക്കിൽ ഞങ്ങൾ വരുന്ന ആളുകൾക്ക് അറിയാം 2 പ്രാവശ്യം വണ്ടി റോങ് ആയിട്ട് കയറി പോയി. അതിന് വണ്ടി ഓടിക്കാൻ തന്നെ അറിയാവുന്നതാണ് നമുക്കിപ്പോ. ഈ ഡ്രൈവർക്ക് ഇത് ഇവിടുത്തെ 108 വളരെ മോശമായിട്ടുള്ള ഫെസിലിറ്റി ആണ് അതിനകത്ത്. എന്ന് വെച്ചാൽ ഒരു തെങ്ങുമേന്ന് വീണ ആളുകൾക്ക് എങ്ങനെ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. നമ്മൾ സീറ്റ് ബെൽറ്റ് പോലെ ഇട്ട് കഴിഞ്ഞാൽ ഊരി പോകുന്നത്. ഞങ്ങൾ 3 ആള് നഴ്സ് അടക്കം വരെ ചവിട്ടി പിടിച്ചിട്ടാണ് ആളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. മനസ്സിലായി, വെളിക്കര വരെ എത്തിയുള്ളൂ. അതേപോലെ ഞങ്ങൾ ആംബുലൻസിൽ കൊണ്ടുവന്ന് ഈ ജീപ്പിലേക്ക് തന്നെ മാറി കയറ്റി കൊണ്ടുവരാ ചെയ്തത്. അത്ര മോശമായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ. ബന്ധപ്പെട്ട ഏതെങ്കിലും പരാതികളോ മറ്റു കാര്യങ്ങളൊക്കെ? പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേറൊരു ആംബുലൻസ് ഉണ്ട്, അത് വെറ്റലപ്പാറ സ്റ്റേഷനിലാണ് കിടക്കുന്നത്. ആ വണ്ടിയാണെങ്കിൽ നമുക്ക് വിട്ടു തരുന്നില്ല അവര്. മനസ്സിലായി, MLA വണ്ടിയിലുള്ള വണ്ടിയാണെന്നാ പറയുന്നത്. മനസ്സിലായ, അതുമില്ല. ഇപ്പൊ ഈ 108 ഇങ്ങനെ ഇവര് ശമ്പളം കൊടുക്കണില്ല എന്നുള്ളത് വേറെ രീതിയാണ്. സമരം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. ഡ്രൈവർമാര് നല്ലൊരു ഡ്രൈവർമാരെ വെച്ചാൽ നന്നായിരിക്കും. ഞാൻ അതിരപ്പള്ളിയില് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാ. ഞാനപ്പോ വണ്ടിയിലിരിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ ആളാണ് എന്നെ വന്ന് പറഞ്ഞത്, ഇങ്ങനെ ഷാജിയേട്ടൻ വന്ന് വീണു എന്ന് പറഞ്ഞു. അപ്പൊ വണ്ടിയോട് കിടക്കണ്ടായിരുന്നു, നമ്മുടെ ജീപ്പോട് കിടക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി ജീപ്പ് എടുത്ത് ആളെയും കയറ്റി നേരെ പാലത്തിന്റെ അടിക്ക് ചെന്നു. ആള് വീണെടുത്ത് അപ്പോഴേക്കും അവരെല്ലാവരും കൊണ്ട് വന്ന് ജീപ്പിനകത്ത് കയറ്റി ഞാൻ അപ്പൊ തന്നെ കൊണ്ടുപോയി. അപ്പൊ എന്നോട് പറഞ്ഞു ആംബുലൻസ് അവിടെ നിന്ന് വരുന്നുണ്ട്, മാറ്റി കയറ്റാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കൊണ്ടുവന്നു. 13 കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ആംബുലൻസ് വന്ന് തിരിക്കാൻ നേരത്ത് വണ്ടി ഓഫായി. അപ്പോഴേക്കും ഞങ്ങൾ വന്ന് തള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആളതിനകത്തേക്ക് കയറ്റി കൊണ്ടുവന്ന് വണ്ടി പിന്നെ പോണത് ഒരു 40 കിലോമീറ്റർ സ്പീഡ് ഇല്ല എന്ന് പറയാം. അത്രയ്ക്കും മോശമായിട്ടാണ് വണ്ടി വന്നത്. വേളൂക്കര വെച്ച് വണ്ടി അവിടെ നിർത്തിയിട്ടേക്കണ കണ്ടു ആംബുലൻസ്. അപ്പൊ വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വണ്ടിയുടെ ഗിയർ വീണില്ല എന്ന് പറഞ്ഞു. അതിക്ക് മുപ്പാട് ആംബുലൻസ് വണ്ടി മറയാൻ പോയി, വണ്ടി അടിക്കാൻ പോയി. മുനിപ്പാറ വെച്ച് വണ്ടി മറയാൻ പോയി. അങ്ങനെ നേരെ പോയി വേളൂക്കര എത്തി വണ്ടി നിർത്തിയിട്ടേക്കണ കണ്ടു. അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് പറഞ്ഞു വണ്ടിയുടെ ഗിയർ വീണില്ല എന്ന് പറഞ്ഞു. ഇത് 108 ആംബുലൻസ് ആണോ? 108 ആംബുലൻസ് അതിരപ്പള്ളിയിലെ. അത് കഴിഞ്ഞ് അങ്ങനെ വീണ്ടും ജീപ്പിനകത്തേക്ക് മാറ്റി കയറ്റി കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ സെന്റ് ജെയിംസ് വീണ്ടും ആംബുലൻസിൽ നിന്ന് വേളൂക്കര വെച്ച് ആംബുലൻസിൽ നിന്ന് വീണ്ടും ജീപ്പിനകത്തേക്ക് മാറ്റി കയറ്റി കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത് 10 മിനിറ്റും കൂടി നേരത്തെ വന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഷാജു കെയറിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ പഞ്ചഗുസ്തി ജീവിതത്തിൽ ആദ്യകാല ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായ ശിഷ്യനായിരുന്നു ഷാജു കെയർ. അദ്ദേഹത്തിൻ്റെ അനിയൻ സുരേഷ് കെയർ. അദ്ദേഹം ഒരു സകലകലാവല്ലഭനാണ്. പഞ്ചഗുസ്തി, വടംവലി, ശാസ്താംപാട്ട്, ചെത്ത്, അങ്ങനെ എല്ലാ രംഗങ്ങളിലും ശോഭിച്ച, എല്ലാവരോടും സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും കണ്ട ഒരു അതിപ്രഭയായിരുന്നു ഈ ഷാജു കെയർ. അദ്ദേഹത്തിൻ്റെ വേർപാട് കുഴിപ്പാടത്തിന് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലൊക്കെ ഏകദേശം 2 പഞ്ചായത്തുകളിൽ നിറസാന്നിധ്യമായിരുന്നു ഷാജു കെയർ. കുഴിപ്പാടം ഏരിയ എന്ന് പറഞ്ഞാൽ പഞ്ചഗുസ്തിയുടെയും വടംവലിയുടെയും ശാസ്താംപാട്ടിൻ്റെയും ഒക്കെ ഒരു ലോകമായി. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി മുഴുവൻ ശാസ്താംപാട്ടിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. ഇന്നലെയും രാത്രി മുഴുവൻ ശാസ്താംപാട്ടിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഈ കണ്ണൻകുഴിയിൽ അദ്ദേഹം ഈ ചെത്ത് തൊഴിലിൽ ഏർപ്പെടാൻ പോയത്. അവിടെയാണ് അതിദാരുണമായ ഈ അപകടമുണ്ടായത്. അതിൽ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ദുഃഖത്തിലാണ്, സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. കുണ്ടൂഴിപ്പാടത്തെ ഷാജിച്ചേട്ടൻ എല്ലാവർക്കും ഒരു സ്വീകാര്യനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം പഞ്ചഗുസ്തിയിലും ശാസ്താംപാട്ടിലും വടംവലിയിലും എല്ലാം തന്നെ വലിയൊരു ആരാധക വൃന്ദം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വടംവലി മത്സരങ്ങളൊക്കെ പലപ്പോഴും പല ടീമുകൾക്ക് കോച്ചായിട്ട് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും കുണ്ടൂഴിപ്പാടം നിവാസികളുടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ഒക്കെ തന്നെ അഗാധമായ ദുഃഖത്തിൽ ജെ ഫേസും പങ്കുചേരുന്നു. ആദരാഞ്ജലികൾ.